ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ദി ഒക്യുപ്പേഷൻ നമ്പറിനെ കുറിച്ചിട്ടാണ്. അതിൽ മീൻ ഒക്യുപ്പേഷൻ നമ്പറിന് 3 കേസസ് നമ്മൾ പറയും. ഫെർമി-ഡിറാക് കേസും, ബോസ്-ഐൻസ്റ്റീൻ കേസും ആൻഡ് മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ കേസും. ഈ 3 കേസസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യം നമുക്ക് മീൻ ഒക്യുപ്പേഷൻ നമ്പർ എന്താണെന്ന് പറയാം. അതായത് ആവറേജ് എൻ ഈസ് ഈക്വൽ ടു 1 z⁻⁻1 e⁻β∈ ഇതാണ് നമ്മുടെ മീൻ ഒക്യുപ്പേഷൻ നമ്പറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇതിൽ z എന്ന് വെച്ചാൽ e⁻μ/kT ആണ്. മ്യൂ എന്ന് വെച്ചാൽ കെമിക്കൽ പൊട്ടൻഷ്യലാണ് ആൻഡ് k എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ബീറ്റ എന്ന് വെച്ചാൽ 1/kT ആണ്. അല്ല, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ഇനി ഈ 2 ഇക്വേഷൻസ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ആവറേജ് എൻ ഈസ് ഈക്വൽ ടു 1/e⁻μ/kT + a എന്ന് കിട്ടും. ഇനി ഈ ഇതിൽ നമ്മളിനി ഫെർമി-ഡിറാക് കേസ് നോക്കുകയാണ്. അതിൽ ഫെർമി-ഡിറാക് കേസിൽ എ എന്ന് പറയുന്നത് 1 ആണ്, +1 ആണ്. a ഈസ് ഈക്വൽ ടു 1. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആവറേജ് എൻ ഇ എന്ന് പറയുന്നത് എന്താവും? 1/e⁻μ/kT + 1 എന്ന് കിട്ടും. a 1 ആണല്ലോ. ഇനി ഇതിൽ ഈ ആവറേജ് എൻ ഇ ഒരിക്കലും 1-നെക്കാട്ടും കൂടുതൽ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ ഇയുടെ വാല്യൂ ഒന്നെങ്കിൽ 0യോ അല്ലെങ്കിൽ 1ഓ മാത്രമേ ആവുള്ളൂ. ഈ 2 വാല്യൂസ് അല്ലാതെ വേറൊരു വാല്യൂ എൻ ഇക്ക് ഉണ്ടാവില്ല. സോ നമ്മൾ ഓരോ സ്റ്റെപ്പിന് എൻ ഇ എടുത്തിട്ടാണല്ലോ ആവറേജ് എടുക്കുന്നത്. സോ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. സോ ആവറേജ് എൻ ഇ എന്ന് പറയുന്നത് ഒരിക്കലും 1-നെക്കാട്ടും കൂടില്ല. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇനി അടുത്ത രീതിയിൽ നമ്മൾ എപ്സിലോൺ ലെസ്-ദാൻ ആവുമ്പോൾ, അതായത് എനർജി കെമിക്കൽ പൊട്ടൻഷ്യൽക്കാട്ടും കുറവാകുന്ന കേസാണ്. അങ്ങനെ വരുമ്പോൾ എപ്സിലോൺ - എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതായത് മോഡുലസ് ഓഫ് എപ്സിലോൺ - എന്ന് പറയുന്നത് അപ്പോൾ KT-നെക്കാട്ടും വളരെ കൂടുതലാവും, ഫാർ ഗ്രേറ്റർ ദാൻ KT ആവും. സോ മോഡുലസ് ഓഫ് എപ്സിലോൺ - KT എന്ന് പറയുന്നത് ഫാർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് ഒരു നെഗറ്റീവ് ഹയർ വാല്യൂ ആയിരിക്കും അവിടെ കിട്ടുന്നത്. അതായത് നമ്മുടെ ഈ എപ്സിലോൺ - എന്തായാലും ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇവിടെ നമ്മൾ മോഡുലസ് എടുത്തുകൊണ്ടാണ് അങ്ങനെ ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതിയത്. സോ ഈ എപ്സിലോൺ - എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് ഹൈ വാല്യൂ ആണ്. അതായത് e⁻∞ ആണ്. e⁻∞ എന്തായിരിക്കും? 1/∞. അതെന്താണ്? 0 ആണ്. സോ നമ്മുടെ ആവറേജ് എൻ ഇ എന്ന് പറയുന്നത് ടെൻസ് ടു 1. അത് ഇവിടുത്തെ മീൻ ഒക്യുപ്പേഷൻ നമ്പർ എന്ത് ചെയ്യും? മാക്സിമം പോസിബിൾ വാല്യൂ ആയ 1-ലേക്ക് എത്തും. എപ്പോൾ? എപ്സിലോൺ ലെസ്-ദാൻ ആവുമ്പോൾ. ഇനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ആവുന്ന കേസ് നോക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എപ്സിലോൺ - നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്സിലോൺ - വെരി വെരി ഗ്രേറ്റർ ദാൻ KT ആണ്. സോ എപ്സിലോൺ - /KT എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഹയർ വാല്യൂ ആണ്. ഒരു ഹയർ വാല്യൂ കിട്ടും. അതായത് e⁻∞ എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ e⁻∞ എന്താണ്? ഇൻഫിനിറ്റി ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആവറേജ് എൻ എന്ന് പറയുന്നത് 10⁻⁴ കാരണം 1/∞ ആണ്. സോ അത് 10⁻⁴. അപ്പോൾ അത് കിട്ടി. ഇനി നമ്മുടെ എപ്സിലോൺ = ആവുന്ന കേസ് നോക്കുകയാണെങ്കിൽ എപ്സിലോൺ e⁻∞/KT എന്താവും? എപ്സിലോൺ = ആണ്. സോ e⁻⁴ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ അവിടുത്തെ നമ്മുടെ മീൻ ഒക്യുപ്പേഷൻ നമ്പർ ആവറേജ് എൻ ഇ എന്ന് പറയുന്നത് 1/1 + 1 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ ഇപ്പോൾ 3 കേസിലുള്ള ഇത് കിട്ടി. നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എപ്സിലോൺ - /KTയും എക്സ് ആക്സിസിലും പിന്നെ ആവറേജ് എൻ ഇ വൈ ആക്സിസിലും എടുത്തിട്ട് ഇതിൽ നമ്മൾ പറഞ്ഞു 0-ലാവുന്ന, അതായത് എപ്സിലോൺ - /KT 0 ആവുമ്പോൾ നമ്മുടെ ആവറേജ് എൻ ഇ എന്താ? 1/2 ആണ്. സോ അത് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0.5-ലാണ് നിൽക്കുന്നത്. ആൻഡ് എപ്പോഴും 1-ൽ കൂടില്ല നമ്മൾ പറഞ്ഞു. സോ 1-ൻ്റെ തൊട്ട് താഴെ നിന്നാണ് ആ ഗ്രാഫ് തുടങ്ങുന്നത്. ആൻഡ് അതിങ്ങനെ വന്നിട്ട് പിന്നെ ഈ എപ്സിലോൺ - /KT കൂടുന്നതനുസരിച്ചിട്ട് അത് കുറയുക ചെയ്യുന്നത്. ആൻഡ് അത് ആക്സിസിലൂടെ ജസ്റ്റ് പാസ് ചെയ്യുന്ന പോലെ 0 ടച്ച് ചെയ്യില്ല, പക്ഷേ അങ്ങനെയാണ് ആ ഗ്രാഫ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ബോസ്-ഐൻസ്റ്റീൻ കേസാണ്. ഇനി ബോസ്-ഐൻസ്റ്റീൻ കേസിൽ എ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? ആവറേജ് എൻ ഇ ഈസ് ഈക്വൽ ടു 1/e⁻∞/KT -1 എന്ന് വരും. ഇനി ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ, അത് നമ്മൾ ഇതിന് മുമ്പത്തെ സെക്ഷനിൽ പറയുന്നതാണ്. ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ QG എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് 1/1 - z e⁻∞
മൈനസ് ബീറ്റ എപ്സിലോൺ ആണ്. ഇതിൽ ബോസ്-ഐൻസ്റ്റീൻ കേസിലാവുമ്പോൾ z e⁻ ബീറ്റ എപ്സിലോൺ ലെസ് ദാൻ 1 ആയിരിക്കണം. അല്ല z എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു e⁻μ/kt ആണ്. പിന്നെ ബീറ്റയ്ക്ക് 1/kt നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ e⁻μ/kt ഇൻറ്റു e⁻ ലെസ് ദാൻ 1 എന്ന് കിട്ടും. നമ്മൾ e⁻ അപ്പുറത്തേക്ക് ആക്കുകയാണ്. അപ്പോൾ e⁻μ/kt ലെസ് ദാൻ e⁻ ആവും. അതായത് മ്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ഫോർ ബോസ്-ഐൻസ്റ്റീൻ കേസിൽ. എല്ലാ എനർജി ലെവലിലും കെമിക്കൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം, എനർജിനെക്കാട്ടും കുറവായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ മ്യൂ എന്ന് പറയുന്നത് നമ്മുടെ എപ്സിലോൺ 0, അതായത് ആദ്യത്തെ കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ഫസ്റ്റ്, അതായത് ഏറ്റവും എന്താ പറയുക ലോവസ്റ്റ് വാല്യൂ വരുന്ന കേസിൽ എന്തായിരിക്കും നമ്മുടെ ആവറേജ് NE എന്ന് പറയുന്നത് 1/e⁻ -ε0/kt-1 എന്ന് വരും. അതായത് 1/1 - 1 ദാറ്റ്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് മ്യൂ ഈ നമ്മുടെ ഏറ്റവും എപ്സിലോൺ 0-നായിട്ട്, അതായത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ, എനർജിയുടെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിനായിട്ട് ഈക്വൽ ആവുന്ന സമയത്ത് നമ്മുടെ ഒക്യുപ്പൻസി, അതായത് നമ്മുടെ എന്താണ് ഒക്യുപ്പേഷൻ നമ്പർ എന്ന് പറയുന്നത് ഏറ്റവും ഇൻഫിനിറ്റ്ലി ഹൈ ആവുന്ന കേസായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് മ്യൂ ഈക്വൽ ടു എപ്സിലോൺ 0, അതായത് ലോവസ്റ്റ് എനർജി ലെവലായ ഈക്വൽ ആവുന്ന കേസിൽ നമ്മുടെ ഈ ഒക്യുപ്പേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ഹൈ ആവും. ഈ ഫിനോമിനയാണ് നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എപ്സിലോൺ -μ/kt ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഇവിടെ നമ്മുടെ ആവറേജ് NE എന്താവും, ടെൻസ് ടു 0 ആവും. ഇതിൽ നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം ഇതിന് 0ൻ്റെ അപ്പുറത്തേക്കൊരു വാല്യൂ ഇല്ല. അതായത് ഇതിൽ മ്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണ് എല്ലാ കേസിലും. അത് കാരണം നമ്മൾ 0ൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ എന്താ പറയുക നമ്മുടെ ഗ്രാഫിൽ വാല്യൂസ് ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ എപ്സിലോൺ മ്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഈക്വൽ ആവുന്ന കേസിൽ നമ്മൾ പറഞ്ഞല്ലോ ഇൻഫിനിറ്റിയാണ്. സോ ഇൻഫിനിറ്റി ആയിരിക്കും ഇവിടുത്തെ കേസ്. ആൻഡ് അത് കുറഞ്ഞു വരുമ്പോൾ NE ടെൻസ് ടു 0 ആവും. ഈ എപ്സിലോൺ -μ/kt വലിയ വാല്യൂസിലെത്തും തോറും നമ്മൾ പറഞ്ഞാൽ NE ടെൻസ് ടു 0 ആണ്. സോ അത് എക്സാക്സിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ടെൻഡ് ചെയ്ത് വരും. അപ്പോൾ സോ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ കേസിൻ്റെ ഗ്രാഫ്. എന്ന് നമുക്ക് പറയാനുള്ളത് മാക്സ്വെൽ ബോൾട്സ്മാൻ കേസാണ്. അതിൽ എ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ എ ഈക്വൽ ടു 0 ആണ്. സോ നമ്മുടെ NE എന്താവും, ആവറേജ് NE ഈസ് ഈക്വൽ ടു 1/e⁻μ/kt എന്ന് വരും. അതിൽ 1/e നമ്മൾ മേലേക്ക് എടുക്കുക. അപ്പോൾ NE ഈസ് ഈക്വൽ ടു e⁻μ/kt എന്ന് കിട്ടും. അത് നമ്മൾ പ്രൊപ്പോർഷണൽ ആക്കുകയാണ്. അപ്പോൾ ഇത് പ്രൊപ്പോർഷണൽ ടു e⁻ എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ y ആക്സിസിൽ NE ആണ് ആൻഡ് x ആക്സിസിൽ ε−μ/kt ആണ്. ഈ ഗ്രാഫ് വരച്ചാൽ ഇതുപോലെ തന്നെ എപ്സിലോൺ -μ ഇത് /kt കൂടുന്നവരും ഇതിങ്ങനെ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്ത് വന്നിട്ട് ടെൻസ് ടു x ആക്സിസ് വരാം. ഇനി ഈ 3 ഗ്രാഫുകൾ 3 കേസ് ഫെർമി-ഡിറാക്കും മാക്സ്വെൽ ബോൾട്സ്മാൻ കേസും ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ കേസും കൂടി നമ്മൾ ഒരുമിച്ച് വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫായിട്ട് വരിക. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ഇത് നമ്മൾ നോക്കുമ്പോൾ e⁻μ/kt വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഈ 3 കേസുകളും നമ്മുടെ 3 ഗ്രാഫും ഒന്നാവുന്നത് കാണാൻ പറ്റും. മെർജ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഫെർമി-ഡിറാക്കും ബോസ്-ഐൻസ്റ്റീനുമാണ്. അതും ഈ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്മുടെ മാക്സ്വെൽ ബോൾട്സ്മാൻ കേസും ടെൻസ് ടു ഡിസപ്പിയർ. ഇത് ഇംപെർസെപ്റ്റിബിൾ എന്ന് പറയും. അത് ഇവർ 3 പേരും ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് അവർ 3 പേരും ടെൻസ് ടു നമ്മുടെ x ആക്സിസിലേക്ക് വരുന്ന കാണാൻ പറ്റും. അതിന് അവിടുത്തെ NE എന്ന് പറയും, NEയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, വെരി മച്ച് ലെസ് ദാൻ 1 ആയിരിക്കും. അത് ആൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും അവിടുത്തെ NE എന്ന് പറയുന്നത്. അതായത് നമുക്കിങ്ങനെ പറയാം, നമ്മുടെ ലാർജ് വാല്യൂസ് ഓഫ് e⁻μ/kt സമയത്ത് ക്വാണ്ടം കർവ്സായ BEയും FTയും നമ്മുടെ ക്ലാസിക്കൽ കർവായ MBനായിട്ട് എന്ത് ചെയ്യും, മെർജ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാവുന്ന സമയത്ത്, ടെമ്പറേച്ചർ ഹൈ ആവുന്ന കേസ് നമ്മൾ ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റാണ് വാലിഡ് ആവുക.
ടെമ്പറേച്ചർ കുറവുള്ള സമയത്ത് നമുക്ക് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് വാലിഡ് ആവില്ല. ഇനി ഇവിടെ പറഞ്ഞ് ഈ എപ്സിലോൺ മൈനസ് മ്യൂ ബൈ കെ ടി വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ലാർജ് വാല്യൂ ആവും. അതായത് മ്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ അവിടെ ഈ എപ്സിലോൺ മൈനസ് മ്യൂ പ്ലസ് മ്യൂ ആവും. അപ്പോൾ നമുക്കൊരു വലിയ വാല്യൂ അവിടെ കിട്ടും. അങ്ങനെ മ്യൂ ഒരു നെഗറ്റീവ് ആൻഡ് ലാർജ് വാല്യൂ ആയിരിക്കും. ഈ മ്യൂ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ z ഈക്വൽ ടു ഇ റേസ് ടു മ്യൂ ബൈ കെ ടി ആണല്ലോ. സോ മ്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ z ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു മ്യൂ ബൈ കെ ടി വരും. അപ്പോൾ ഒരു ഇ റേസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ 1 ബൈ ഇ റേസ് ടു എക്സ് എന്തായിരിക്കും? 1-നെക്കാട്ടും കുറവായിരിക്കുമല്ലോ. സോ ഇവിടെ z എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആവും. വെരി മച്ച് ലെസ് ദാൻ 1 ആയിട്ട് വരും. ഇനി നമ്മളെ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിൽ നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? n ഈക്വൽ ടു z v f ഓഫ് ടി ആണ്. അതിൽ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ വി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് v ഇൻറ്റു 2 പൈ എം കെ ടി റേസ് ടു 3/2 ഡിവൈഡ് ബൈ എച്ച് ക്യൂബാണ്. സോ ഇതിൽ നമ്മുടെ ലാംഡ എന്താ നമുക്കറിയാം, h ബൈ 2 പൈ എം കെ ടി റേസ് ടു 1/2 ആണ്. സോ ഇവിടെ ഇതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ ക്യൂബ് എടുത്താൽ മതി. അതായത് n ഈക്വൽ ടു z v ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ് എന്ന് കിട്ടും നമുക്ക്. അതിൽ ലാംഡ ക്യൂബിനെയും വിനെയും നമ്മൾ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ n ലാംഡ ക്യൂബ് ബൈ ഡിവൈഡഡ് ബൈ v ഈസ് ഈക്വൽ ടു z എന്ന് കിട്ടും. ആൻഡ് ഇറ്റ്സ് വെരി മച്ച് ലെസ് ദാൻ 1 ആണ്. അത് എപ്പോഴാണ്? എപ്സിലോൺ മൈനസ് മ്യൂ ബൈ കെ ടി വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിലാണ് z വെരി മച്ച് ലെസ് ദാൻ 1 ആവുന്നത്. ആൻഡ് എപ്സിലോൺ മൈനസ് മ്യൂ ബൈ കെ ടി എപ്പോഴാണ് വെരി മച്ച് ലെസ് ദാൻ 1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആവുന്നത്? മ്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ഒരു ലാർജ് നെഗറ്റീവ് വാല്യൂ ആവുന്ന കേസിലാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ N ബൈ വിന്ന് നമുക്ക് സ്മോൾ n ആക്കി പറയാം. അപ്പോൾ അതായത് ക്യാപിറ്റൽ N എന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾ v എന്ന് വെച്ചാൽ വോളിയം. സോ n ബൈ വി ഈസ് ഈക്വൽ ടു n നമ്പർ ഓഫ് ഡെൻസിറ്റി നമുക്ക് കിട്ടും. അതായത് n ടൈംസ് ലാംഡ ക്യൂബ് വെരി ലെസ് ദാൻ 1 ആണ്. ആൻഡ് ഈ കേസാണ് നമ്മുടെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് എഫ് ഡിയും നമ്മുടെ ബിയും എന്ത് ചെയ്യുന്നത് കൺവേർജസ് ടു ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് MB. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്ലക്ച്വേഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം മീൻ ഒക്യുപ്പേഷൻ വാല്യൂ എന്താണ്? എക്സ്പെക്റ്റേഷൻ n എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 ബൈ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഇൻറ്റു -1 ബൈ ബീറ്റ ഡോ എപ്സിലോൺ ഓഫ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്താണ്? സമ്മേഷൻ n z റേസ് ടു n qn ഇസ് ഈക്വൽ ടു സമ്മേഷൻ n z റേസ് ടു n സമ്മേഷൻ r e റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ. ഇത് എനർജിക്ക് നമ്മൾ സമ്മേഷൻ n എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഇക്വേഷനെ കിട്ടുന്ന ആ ഇക്വേഷനാണിത്. ആ ഇക്വേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എപ്സിലോണിൽ ഡെറിവേറ്റീവ് കാണുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോ എപ്സിലോൺ ഓഫ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ മൈനസ് ബീറ്റ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ n എപ്സിലോൺ. ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ n എപ്സിലോൺ സ്ക്വയർ കാണുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ബീറ്റ സ്ക്വയർ ഇൻറ്റു 1 ബൈ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എപ്സിലോൺ സ്ക്വയർ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഇൻറ്റു -1 ബൈ ബീറ്റ ഡോ എപ്സിലോൺ ഹോൾ സ്ക്വയർ ഇൻറ്റു ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ n എപ്സിലോൺ ഹോൾ സ്ക്വയർ കാണുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ സ്ക്വയർ ഇൻറ്റു -1 ബൈ ബീറ്റ ഇൻറ്റു ഡോ എപ്സിലോൺ ഓഫ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഹോൾ സ്ക്വയർ. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പെക്റ്റേഷൻ ഡെൽറ്റ n എപ്സിലോൺ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ n എപ്സിലോൺ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ n എപ്സിലോൺ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ നമ്മൾ 1ഉം ഈ ഇക്വേഷൻ 2 ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 - 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ
1 by grand partition function into minus 1 by beta dou by dou epsilon whole square into grand partition function minus 1 by grand partition function square into minus 1 by beta dou by dou epsilon into grand partition dou by dou epsilon of grand partition function whole square. ഈ ഇതിൽ നിന്ന് രണ്ടെന്നും 1 by beta square ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പോൾ ഈ കിട്ടുന്ന ഇക്വേഷനാണ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by beta square ഇൻറ്റു 1 by grand partition function ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എപ്സിലോൺ സ്ക്വയർ of grand partition function minus 1 by grand partition function dou by dou epsilon of grand partition function whole square. That is equal to 1 by beta square into dou square by dou epsilon square of ln grand partition function. ഇത് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. That is equal to minus 1 by beta dou by dou epsilon whole square into ln grand partition function. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by beta dou by dou epsilon ഇൻറ്റു മൈനസ് 1 by beta dou by dou epsilon ln ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഡെൽറ്റ എൻ എപ്സിലോൺ സ്ക്വയർ എന്താണ് കിട്ടിയത്? മൈനസ് 1 by beta dou by dou epsilon ഇൻറ്റു എക്സ്പെക്റ്റേഷൻ എൻ എപ്സിലോൺ. ഇനി നമുക്ക് റിലേറ്റീവ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ നമ്മൾ എക്സ്പെക്റ്റേഷൻ എൻ എപ്സിലോൺ ഹോൾ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ എൻ എപ്സിലോൺ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ എൻ എപ്സിലോൺ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ എൻ എപ്സിലോൺ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by beta dou by dou epsilon ഇൻറ്റു expectation in epsilon divided by expectation in epsilon whole square that is equal to minus 1 by beta dou by dou epsilon into expectation in epsilon divided by expectation in epsilon whole square that is equal to 1 by beta dou by dou epsilon into 1 by expectation in epsilon. ഇതിനെ നമുക്ക് ചെയ്താൽ ഇതാണ് കിട്ടുക. നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ എൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 by z റേസ് ടു മൈനസ് 1 ഇ റേസ് ടു ബീറ്റ എപ്സിലോൺ പ്ലസ് എ. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 1 by എക്സ്പെക്റ്റേഷൻ എൻ എപ്സിലോൺ ആണ്. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by ബീറ്റ ഡോ ബൈ ഡോ എപ്സിലോൺ ഇൻറ്റു z റേസ് ടു മൈനസ് 1 ഇ റേസ് ടു ബീറ്റ എപ്സിലോൺ പ്ലസ് എ. ആ ഇക്വേഷനെ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ കിട്ടുന്ന ഇക്വേഷനാണ് z റേസ് ടു മൈനസ് 1 ഇ റേസ് ടു ബീറ്റ എപ്സിലോൺ. 1 by ബീറ്റയും ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബീറ്റയൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1 by എക്സ്പെക്റ്റേഷൻ എൻ എപ്സിലോൺ മൈനസ് എ. ഈ ക്വാണ്ടിറ്റിയുടെ ആക്ച്വൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാർട്ടിക്കിളിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ്. That is because for a given particle density and a given temperature, the value of z will be different statistics. നമ്മൾ ഡിഫറെൻറ്റ് കേസസ് കൺസിഡർ ചെയ്യാണ്. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസ്, ഫെർമി ഡിറാക് കേസ്, ബോസ് ഐൻസ്റ്റീൻ കേസ് ഒക്കെ കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കേസാണ്. ദാറ്റ് ഈസ് ഇൻ ഹിയർ എ ഇസ് ഈക്വൽ ടു 0. Therefore fluctuation is equal to 1 by expectation in epsilon മാത്രമേ ഉള്ളൂ. ഈ എ 0 ആകുമ്പോൾ ഫ്ലക്ച്വേഷൻ 1 by expectation in epsilon മാത്രം കിട്ടും. ദാറ്റ് ഈസ് മീൻ ബൈ നോർമൽ. ദർ ഈസ് നോ വേരിയേഷൻ. അതാണ് ഈ 1 by expectation in epsilon മാത്രമാണ് മീൻ ചെയ്യുന്നത്. ദർ ഈസ് നോ വേരിയേഷൻ. ഇനി ഫെർമി ഡിറാക് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ ഇസ് ഈക്വൽ ടു 1 ആണ്. ദോർഫോർ ഫ്ലക്ച്വേഷൻ ഇസ് ഈക്വൽ ടു 1 by expectation in epsilon minus 1 that is below normal. It tends to vanish. Expectation in epsilon tends to 1. Next Bose-Einstein case consider ചെയ്യുമ്പോൾ a is equal to minus 1. Therefore fluctuation is equal to 1 by expectation in epsilon plus 1. That is mean above normal. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഈ
റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫോട്ടോൺസിൻ്റെ കേസിലും ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിൻ്റെ കേസിലൊക്കെയാണ്. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ദി ഓക്യുപ്പേഷൻ നമ്പറിൻ്റെ ഒരു ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അനദർ ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യാണ് പി എപ്സിലോൺ ഓഫ് എൻ വിച്ച് ഈസ് മീൻ ബൈ പ്രോബിലിറ്റി. അത് മീൻ ചെയ്യുന്നത് പ്രോബിലിറ്റിയാണ് ദാറ്റ് ദർ ആർ എക്സാക്ട്ലി n particles in the state of energy. ഈ പി എപ്സിലോൺ ഓഫ് എൻ മീൻ ചെയ്യുന്നത് ഒരു പ്രോബബിലിറ്റിയാണ്. Probability P epsilon of n is directly proportional to z e raised to minus beta epsilon whole raised to n. On നോർമലൈസേഷനിൽ ഈ പ്രോബബിലിറ്റി ബോസ് ഐൻസ്റ്റീൻ കേസിൽ പറയുകയാണെങ്കിൽ പി എപ്സിലോൺ ഓഫ് എൻ ബോസ് ഐൻസ്റ്റീൻ കേസ് is equal to z e raised to minus beta epsilon whole raised to n into 1 minus z e raised to minus beta epsilon. That is equal to expectation n epsilon divided by expectation n epsilon plus 1 whole raised to n into 1 by expectation n epsilon plus 1. That is equal to expectation n epsilon whole raised to n divided by expectation n epsilon plus 1 whole raised to n plus 1. In Fermi-Dirac case, this probability is equal to z e raised to minus beta epsilon whole raised to n into 1 plus z e raised to minus beta epsilon whole raised to minus 1. That is equal to 1 minus expectation n epsilon for n is equal to 0 and expectation n epsilon for n is equal to 1. For Maxwell-Boltzmann case, this probability P epsilon of n is directly proportional to z e raised to minus beta epsilon whole raised to n by n factorial. On normalization, this will give us P epsilon of n in Maxwell-Boltzmann case is equal to z e raised to minus beta epsilon whole raised to n by n factorial divided by expectation of z e raised to minus beta epsilon. That is equal to expectation n epsilon whole raised to n into e raised to minus n epsilon divided by n factorial. This equation is clearly a Poisson distribution. What is meant by a Poisson distribution? A discrete frequency distribution which gives the probability of a number of independent events occurring in a fixed time. ഒരു ഫിക്സഡ് ടൈമിൽ occur ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ പ്രോബിലിറ്റി നൽകുന്ന ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. It also resembles the distribution of the total particle number in a grand canonical ensemble consisting of ideal classical system. ഐഡിയലും ക്ലാസിക്കൽ സിസ്റ്റവും കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നൽകുന്നത്. ഇനി മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോസ് ഐൻസ്റ്റീൻ്റെ കേസിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ജോമെട്രിക് ആണ് വിത്ത് കോൺസ്റ്റൻറ്റ് കോമൺ റേഷ്യോ expectation n epsilon divided by n epsilon plus 1. This means that the probability of a state epsilon acquiring one more particle for itself is independent of the number of particles already occupying that state. എപ്സിലോൺ എന്നുള്ള സ്റ്റേറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. എന്തിനോട്? ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൾറെഡി ഓക്യുപ്പൈങ് ദാറ്റ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ ആൾറെഡി ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻ കമ്പാരിസൺ വിത്ത് നോർമൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബിഹേവിയർ, ബോസോൺ എക്സിബിറ്റ് എ സ്പെഷ്യൽ ടെൻഡൻസി ഓഫ് ബഞ്ചിങ്. ബോസോൺസിൻ്റെ ഒരു സ്പെഷ്യൽ ടെൻഡൻസിയെ കുറിച്ചാണ് പറയുന്നത്, ബഞ്ചിങ്. വിച്ച് മീൻസ് എ പോസിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ കറിലേഷൻ. അത് പറയുന്നത് പോസിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ കറിലേഷൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ എ പോസിറ്റീവ് കറിലേഷൻ? എ പോസിറ്റീവ് കറിലേഷൻ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ് ഇൻ വിച്ച് ബോത്ത് വാരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇത് പറയുന്നത് രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇതിൽ ഈ രണ്ട് വാരിയബിൾസും സെയിം ഡയറക്ഷനിലാണ്
മൂവ് ചെയ്യുന്നത്. ഇത് ബോസോൺസിൻ്റെ കേസിലാണ് പറയുന്നത്. ഇനി ഫെർമിയോൺസിൻ്റെ കേസിലാണെങ്കിൽ ഇൻ കോൺട്രാക്സ്റ്റ് ഫെർമിയോൺസ് എക്സിബിറ്റ് എ നെഗറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ കറിലേഷൻ. ഫെർമിയോൺസ് എക്സിബിറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ കറിലേഷൻ ആണ്. ദാറ്റ് ഈസ് മീൻ it is the relationship between two variables in which one variable increases as the other decreases and vice versa. ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേത് ഡിക്രീസ് ചെയ്യുന്നതാണ് ഫെർമിയോൺസിൻ്റെ കേസിൽ. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.